എല്ലാവർക്കും മമ്മാസ് മലയാളി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് വിവിധ ഇനത്തിലുള്ള കുറേ അധികം മാമ്പഴം കിട്ടി. അപ്പം ഞാൻ വിചാരിച്ചു പണ്ടെന്ന് പറഞ്ഞാൽ ഒരു 50 കൊല്ലം മുമ്പ് എൻ്റെ അമ്മ മാമ്പഴം കൊണ്ട് തിരയുണ്ടാക്കിയത് എൻ്റെ ഓർമ്മയിൽ വന്നു. അതുപോലെ ഉണ്ടാക്കാമെന്ന് കരുതി ഞാൻ കുറച്ച് മാമ്പഴം എടുത്ത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒരരിപ്പയ്ക്കകത്തിട്ട് നന്നായിട്ട് അരച്ച് അതിൻ്റെ പൾപ്പെടുത്തു. എന്നിട്ട് പണ്ടാണെങ്കിൽ നല്ല തഴപ്പായലാണ് അമ്മ ഉണ്ടാക്കി തന്നുകൊണ്ടിരുന്ന. തഴപ്പായാലും മാമ്പഴം ഇങ്ങനെ പൾപ്പൊഴിച്ചിട്ട് ഉണക്കിയെടുത്താണ് തന്നുകൊണ്ടിരുന്നത്. ഇന്നിപ്പം ഞാൻ അങ്ങനെ എൻ്റെ ഈ തഴപ്പായ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വലിയ ചെരുവത്തിൻ്റെ 2 അടപ്പെടുത്തു. എന്നിട്ട് അതേലാണ് ഞാൻ ഒഴിക്കുന്നത്. ഇങ്ങനെ ആദ്യത്തെ ദിവസം ഞാനിങ്ങനെ വലിയ അരിപ്പയ്ക്കകത്ത് മാമ്പഴം ഇങ്ങനെ അരച്ചിട്ട് അതിൻ്റെ പൾപ്പ് എടുക്കുക ചെയ്ത്. അത് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് രണ്ടാമത്തെ ദിവസമൊക്കെ ഞാൻ അങ്ങോട്ട് ഒരു വലിയ പാത്രത്തിൽ ഇട്ടിട്ട് കൈ കൊണ്ട് പിഴിഞ്ഞിട്ട് അരിച്ചെടുത്തു. ഈ മാമ്പഴത്തിൻ്റെ ഈ പൾപ്പിലേക്ക് ഞാനൊരു നുള്ള് ഉപ്പിട്ട് കൊടുത്തു. ആ മാമ്പഴത്തിൻ്റെ പുളിയും മധുരവും ഒന്ന് ബാലൻസ് ചെയ്യാൻ. പുളിയും മധുരവും ഉള്ള മാമ്പഴം കൊണ്ട് തിര തേച്ചാലാണ് അതിന് സ്വാദുള്ളൂ. മധുരം മാത്രമുള്ള മാമ്പഴം കൊണ്ട് തിര തേച്ചാൽ അതിന് കൊള്ളത്തില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, വലിയ ചെരുവത്തിൻ്റെ 2 അടപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒഴിക്കാനായിട്ട്. നല്ല വെയിലും വേണം. നല്ല വെയിലത്ത് വെച്ച് ഉണങ്ങണം, എങ്കിലാണ് ഇത് ഉണങ്ങി കിട്ടുള്ളൂ. അങ്ങനെ ഞാൻ ഇതുപോലത്തെ തന്നെ 2 അടപ്പയിലാണ് ഞാൻ ഒഴിച്ച് വെയിലത്ത് വെച്ചത്. ആദ്യത്തെ ദിവസം വെച്ച് ഉണങ്ങിയതിന് ശേഷം രണ്ടാമത്തെ ദിവസം കൂടെ ഞാൻ കുറച്ച് മാമ്പഴം കൂടെ എടുത്തിട്ട് അതുപോലെ തന്നെ അതിൻ്റെ പൾപ്പെടുത്ത് രണ്ടാമത്തെ ദിവസവും ഞാൻ അതിൻ്റെ മേളിൽ ഒഴിച്ചു കൊടുത്തു. ആദ്യത്തെ ദിവസത്തെയാണിത്. ആദ്യം ഇത്ര ഉണങ്ങി വന്നു, അതിൻ്റെ മേളിലേക്ക് രണ്ടാമത് ഒഴിച്ചു. അങ്ങനെ 3 ദിവസം ഞാൻ ഒഴിച്ചതിന് ശേഷം, മാമ്പഴത്തിൻ്റെ പൾപ്പ് ഒഴിച്ചതിന് ശേഷം കുറച്ച് പുഴുക്കലരി വറുത്ത് പൊടിച്ച് അതിനകത്ത് ജീരകവും ഏലക്കായും ഇട്ട് ഇതിൻ്റെ മേളിൽ തൂളുന്നുണ്ട്. ഞാനത് എഡിറ്റ് ചെയ്തപ്പോൾ ഡിലീറ്റായിപ്പോയി, അതുകൊണ്ട് നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ 6 ദിവസം ഒരു 25 മാമ്പഴം വെച്ച് എടുത്ത് പൾപ്പ് ഒഴിച്ച് ഉണങ്ങിയെടുത്തതാണ് ഈ കാണുന്നത്. നന്നായിട്ട് അങ്ങ് ഉണങ്ങുന്നതിന് മുമ്പ് മഴക്കാലമായി, അതുകൊണ്ട് നന്നായിട്ട് ഇത് ഉണങ്ങിയില്ല. നന്നായി ഉണങ്ങിയാലാണ് നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റുള്ളൂ. കുറേ നാൾ സൂക്ഷിച്ച് വെച്ച് നമുക്കിത് കഴിക്കാവുന്നതാണ്. ഇനി നമുക്ക് അത് പൊളിച്ചിങ്ങനെ എടുക്കാം. കുറച്ച് അധികം കട്ടിയുണ്ട്, അതുകൊണ്ട് ഉണങ്ങാൻ കുറച്ച് താമസിച്ചു. കട്ടി കുറച്ചാണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടിയാൽ. 2 പാത്രത്തിൽ പൊളിച്ച് ഞാനിത് റോളാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം നമുക്ക്. കണ്ടോ, ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ഇത്രയും കട്ടിയുണ്ട്. കണ്ടോ, നല്ല സുന്ദരമായ മാമ്പഴം തരയാണിങ്ങനെ അരിപ്പൊടി പൊടിച്ചിട്ട് അതിനകത്ത് ജീരകവും ഏലക്കായും ഇട്ട് ഇടയ്ക്കിടയ്ക്ക് തൂളിയിട്ട് മാമ്പഴത്തിൻ്റെ പൾപ്പ് ഒഴിച്ച് കൊടുത്ത് ഉണങ്ങിയാൽ. അങ്ങനെ എൻ്റെ അമ്മ ഉണ്ടാക്കി തരുന്ന പോലെ തന്നെയാണ് ഈ മാമ്പഴം തര ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം നല്ല ടേസ്റ്റോടുകൂടി നല്ല സുന്ദരമായ തിരയാണിത്.